ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് 6th ഷെഡ്യൂൾ, ഹുദ് ഫോഴ്സസ്, നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്, WTO ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം, ഇൻട്രാൻസ് പ്രോഗ്രാം, ഇന്ത്യ ശ്രീലങ്ക ഫിഷർമാൻ ഡിസ്പ്യൂട്ട്, പ്ലേസസ് ന്യൂസ് ആയിട്ട് അൽക്കോയ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th ഷെഡ്യൂളിനെ കുറിച്ചാണ്. ഈ 6th ഷെഡ്യൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ലഡാക്കിന് ഒരു സ്റ്റേറ്റ്ഹുഡ് വേണമെന്നും ലഡാക്കിനെ ഒരു 6th ഷെഡ്യൂൾ ഏരിയയായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ലഡാക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നലത്തെ ദ ഹിന്ദുവിൻ്റെ പേജ് 7-നകത്ത് അവർ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 6th ഷെഡ്യൂൾ ഏരിയാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിട്ടുള്ള അസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ 4 സംസ്ഥാനങ്ങളിലുള്ള പ്രൊഡോമിനൻ്റ്ലി ട്രൈബൽ ആയിട്ടുള്ള ഏരിയാസിന് അല്ലെങ്കിൽ ആദിവാസി മേഖലകൾക്ക് ഒരു സെൽഫ് ഗവേണൻസ് കൊടുക്കാനും അവരുടെ ആ പ്രദേശങ്ങൾ ഭരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് ഈ 6th ഷെഡ്യൂളിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ഏരിയയിലുള്ള ട്രൈബൽ ലാൻഡ്, അവരുടെ റിസോഴ്സസ്, ഈ കാര്യങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ കൾച്ചറിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവരുടെ ലാൻഡും റിസോഴ്സസും ഔട്ട്സൈഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് തടയുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പർപ്പസ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റീസിന് അവരുടെ യൂണീക്ക് ആയിട്ടുള്ള കൾച്ചറൽ ഐഡന്റിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ കമ്മ്യൂണിറ്റീസ് ഔട്ട്സൈഡേഴ്സ് കാരണം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6th ഷെഡ്യൂൾഡ് ഏരിയാസ് ഈവൻ ദോ അത് ഈ സ്റ്റേറ്റുകളുടെ ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റുകളുടെ സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് തുടരുമെങ്കിലും അവർക്ക് ചില അഡീഷണൽ പ്രൊട്ടക്ഷൻസ് ഇത്തരത്തിൽ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ 6th ഷെഡ്യൂളിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇപ്പം നിലവിൽ 6th ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അസാമിനകത്ത് നിന്ന് അസാം, അതുപോലെ തന്നെ മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 10 ട്രൈബൽ ഏരിയാസ് ആണ് ഈ 6th ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 6th ഷെഡ്യൂൾ ഏരിയാസ് നമ്മൾ നോർമലി ട്രൈബൽ ഏരിയാസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അതിനകത്ത് അസാമിൽ നിന്നും മൂന്ന് ട്രൈബൽ ഏരിയാസ് ആണുള്ളത്. നോർത്ത് കച്ചാർ ഹിൽ ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ കാർബി ആംഗ്ലോങ് ഡിസ്ട്രിക്റ്റ്, ബോഡോലാൻഡ് ടെറിട്ടോറിയൽ ഏരിയ ഡിസ്ട്രിക്റ്റ് എന്നീ 3 പ്രദേശങ്ങളും, മേഘാലയയിൽ നിന്ന് ഖാസി ഹിൽസ്, ജയന്തിയ ഹിൽസ്, ഗാരോ ഹിൽസ് എന്ന് പറയുന്ന 3 ഡിസ്ട്രിക്റ്റുകളുമാണുള്ളത്. ത്രിപുരയിൽ നിന്ന് ത്രിപുര ട്രൈബൽ ഏരിയ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. മിസോറാമിൽ നിന്ന് ചക്മ, അതുപോലെ തന്നെ മാര, ലായ് എന്ന് പറയുന്ന 3 ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളത്. ഇനി ഈ പറയുന്ന 6th ഷെഡ്യൂളിനകത്ത് ഈ പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്റ്റേറ്റുകൾ, അതായത് അസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ 4 സ്റ്റേറ്റുകളിലും ട്രൈബൽ ഏരിയാസ് ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ട്രൈബൽ ഏരിയാസ് ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചില പ്രത്യേക അധികാരങ്ങൾ അല്ലെങ്കിൽ ഒരു സെർട്ടൻ ലെവൽ ഓഫ് ഓട്ടോണമി കോൺസ്റ്റിറ്റ്യൂഷണലി കിട്ടും. പക്ഷെ അവർ ഈ പറയുന്ന പെർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ ജൂറിസ്ഡിക്ഷന്റെ പരിധി തന്നെ ആയിരിക്കും പെടുക, പക്ഷേ കുറച്ച് അഡീഷണൽ ഓട്ടോണമി ഉണ്ടാവും. ഇനി ഇത് കൂടാതെ ഈ ട്രൈബൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറയുന്ന ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളെ ഓർഗനൈസ് ചെയ്യാനും റീഓർഗനൈസ് ചെയ്യാനുള്ള അധികാരം അതത് സംസ്ഥാന ഗവർണർമാർക്കായിരിക്കും. അതായത് ഇവർക്ക് ബേസിക്കലി എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം, റീഓർഗനൈസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളുടെ ഏരിയാസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അവരുടെ പേര് മാറ്റാം, അവരുടെ ബൗണ്ടറിക്കകത്ത് ചേഞ്ചസ് വരുത്താം. ഇതിനൊക്കെയുള്ള അധികാരം അതത് സംസ്ഥാന ഗവർണർമാർക്കായിരിക്കും. അതുപോലെ തന്നെ ഒരു ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിനകത്ത് ഡിഫറെൻറ്റ് ട്രൈബ്സ് ഉണ്ടെങ്കിൽ ആ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിനെ ഡിഫറെൻറ്റ് ഓട്ടോണമസ് റീജൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള അധികാരവും ഗവർണർക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിനും അതിൻ്റെ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് കൗൺസിൽ ഉണ്ടാകും. ആ ഡിസ്ട്രിക്റ്റ് കൗൺസിലിനകത്ത് 30 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് ആ 30 മെമ്പേഴ്സിൽ 26 പേര് ആ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിലുള്ള ജനങ്ങൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാർവത്രികമായിട്ടുള്ള പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട് ചെയ്യുന്നവരും ബാക്കിയുള്ള 4 പേരെ സംസ്ഥാന ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നതും ആയിരിക്കും. ഇനി ഈ പറയുന്ന ഈ ഡിസ്ട്രിക്റ്റിലെയും റീജിയണൽ കൗൺസിൽസിലെയും ഒക്കെ, അതായത് റീജിയണൽ കൗൺസിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏരിയാസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ വരുന്ന ഏരിയാസിനെ അവരായിരിക്കും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ചില സ്പെസിഫിക് മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അതായത് ലാൻഡ്, ഫോറസ്റ്റ്, കനാൽ വാട്ടർ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് നിയമങ്ങൾ നിർമ്മിക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഈ ഡിസ്ട്രിക്ട് കൗൺസിലുകളിലുള്ള മെമ്പേഴ്സിന്റെ ടേം എന്ന് പറയുന്നത്, ഇലക്റ്റഡ് മെമ്പേഴ്സിന്റെ ടേം എന്ന് പറയുന്നത് 5 വർഷം ആയിരിക്കും. നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗവർണറുടെ പ്ലഷർ അനുസരിച്ചാണ് അവിടെ ആ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് നിയമനിർമ്മാണാധികാരം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്കും റീജിയണൽ കൗൺസിലുകൾക്കും
ചില ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള നമ്മുടെ പഞ്ചായത്ത് രാജൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസത്താണ് ഇവർക്ക് ചില ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്. അതായത് ഇവർക്ക് വില്ലേജ് കൗൺസിലുകൾ അല്ലെങ്കിൽ കോർട്ടുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് സ്യൂട്ടുകളും കേസുകളൊക്കെ ട്രൈബ്സിന്റെ ഇടയിലുള്ള സ്യൂട്ടുകളും കേസുകളൊക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്കൂളുകൾ കൺസ്ട്രക്ട് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസ്പെൻസറീസ്, മാർക്കറ്റുകൾ, ഫെറീസ്, ഫിഷറീസ്, ഇങ്ങനെയുള്ള ചില ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്ക് എക്സിക്യൂട്ടീവ് പവേഴ്സും ലെജിസ്ലേറ്റീവ് പവേഴ്സും ജുഡീഷ്യൽ പവേഴ്സും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്കും റീജിയണൽ കൗൺസിലുകൾക്കും ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യാനും അത് അസസ് ചെയ്യാനും സ്പെസിഫിക് ടാക്സസ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയോ പാർലമെന്റോ ഒക്കെ പാസ്സാക്കുന്ന നിയമങ്ങൾ ഈ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകൾക്ക് അപ്ലിക്കബിൾ ആവണമെങ്കിൽ അത് പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ അവരുടെ ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് പ്രസിഡന്റ് എന്ത് ചെയ്യാം, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഇവർക്ക് അമെൻമെന്റോട് കൂടിയിട്ടോ അല്ലാതെയോ അപ്ലിക്കബിൾ ആണെന്ന് പറയാം. ഗവർണർക്ക് ഇത്തരത്തിൽ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്കകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളുടെയും റീജൻസിന്റെ ഒക്കെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഈ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിസ്ട്രിക്ട് കൗൺസിലുകളോ റീജിയണൽ കൗൺസിലുകളെയൊക്കെ ഡിസോൾവ് ചെയ്യാനുള്ള അധികാരവും ഗവർണർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഖുദ്സ് ഫോഴ്സസ് ആണ്. സോ ഈ ഖുദ്സ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ അല്ലെങ്കിൽ IRGC എന്ന് പറയുന്ന ഇറാൻ മിലിറ്ററിയുടെ ഒരു ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ മിലിറ്ററിക്ക് പാരലായിട്ട് പ്രവർത്തിക്കുന്ന ഇറാനിലെ ഒരു ആംഡ് ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രാ ടെറിട്ടോറിയൽ ക്ലാൻഡിസ്റ്റൈൻ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്റലിജൻസ് കളക്ഷനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്ലാൻഡിസ്റ്റൈൻ ഓപ്പറേഷൻസ് ഒക്കെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു മിലിറ്ററി വിങ് ആണ്. ഈ IRGCയുടെ ഭാഗമായിട്ടുള്ള ഒരു മിലിറ്ററി വിങ് ആണ് ഈ ഖുദ്സ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖുദ്സ് ഫോഴ്സസിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള കമാൻഡറാണ് ഇസ്മായിൽ ഖനി എന്ന് പറയുന്നത്. സോ ഇസ്മായിൽ ഖനിയെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഇന്നലത്തെ ഹിന്ദുവിന്റെ പേജ് 13 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഖുദ്സ് ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് വാറിനകത്തുള്ള പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പൻ്റ് ആണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇറാന്റെ ഇത്തരത്തിലുള്ള അവരുടെ രാജ്യത്തിന്റെ പുറത്തുള്ള ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റുകളൊക്കെ മിക്കവാറും നടത്തുന്നത് ഈ ഖുദ്സ് ഫോഴ്സസിലൂടെ ആണ്. അപ്പോൾ ഈ ഖുദ്സ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ IRGCയുടെ അല്ലെങ്കിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ വിപ്ലവ ഗാർഡുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന IRGCയുടെ 5 ബ്രാഞ്ചസിലെ ഒന്നാണ് ഈ ഖുദ്സ് ഫോഴ്സസ്. 1988 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി ഇവർ എന്താണ് ഈ ഖുദ്സ് ഫോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഇന്റലിജൻസ് ഏജൻസി പോലെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ടെറിട്ടോറിയൽ നേച്ചറിലുള്ള ഇന്റലിജൻസ് കളക്ഷനും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇന്റലിജൻസും സ്പെഷ്യൽ ഓപ്പറേഷൻസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഇതിന് നോർമലി പറയാറുള്ളത് നമുക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സിനെ കാണാൻ പറ്റില്ല. അപ്പോൾ USA ഒക്കെ കേസിൽ അവിടുത്തെ സ്കോളേഴ്സ് വിളിക്കാറുള്ളത് US-ന്റെ CIA പ്ലസ് അവരുടെ JSOC എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് എന്ന് പറയും. സോ ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ, അതാണ് ഖുദ്സ് ഫോഴ്സസ് എന്നാണ് ഇവർ പറയാറുള്ളത്. അപ്പോൾ ഈ ഖുദ്സ് ഫോഴ്സസിന്റെ കുറേ കാലമായിട്ടുള്ള കമാൻഡർ എന്ന് പറയുന്നത് ഏകദേശം 20 വർഷത്തോളം ഇതിനെ കമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഖൊസം സുലൈമാനി എന്ന് പറയുന്ന ഒരു മേജർ ജനറൽ ആയിരുന്നു. പക്ഷേ 2020 ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് 2020 ജനുവരിയിൽ ഇറാഖിൽ വെച്ച് ഇദ്ദേഹത്തിനെ US ഫോഴ്സസ് അസാസിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു റിട്ടാലിയേഷനായിട്ട് ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ സ്ട്രൈക്കുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഖൊസം സുലൈമാനിയുടെ ഡെപ്യൂട്ടി ആയിരുന്നു നേരത്തെ പറഞ്ഞ ഇസ്മായിൽ ഖനി എന്ന് പറയുന്നത്. സോ ഖൊസം സുലൈമാനിയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസാസിനേഷന് ശേഷം അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് മാറിയിട്ടുള്ളത് ഈ ഇസ്മായിൽ ഖനിയാണ്. സോ ഇനി ഖുദ്സ് ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാന് മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ആംഡ് ഗ്രൂപ്പുകളുണ്ട്. ആ ആംഡ് ഗ്രൂപ്പുകളെയൊക്കെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഖുദ്സ് ഫോഴ്സസിലൂടെയാണ്. അല്ലെങ്കിൽ ഈ ഖുദ്സ് ഫോഴ്സസ് ആണ് ഒരു തരത്തിൽ ഈ പറയുന്ന ആംഡ് ഗ്രൂപ്പുകൾക്ക് ട്രെയിനിങ്ങും വെപ്പൺസും ഫിനാൻസും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ US പോലുള്ള വെസ്റ്റേൺ കൺട്രീസ് വിളിക്കാറുള്ളത് മിഡിൽ ഈസ്റ്റിലുള്ള പല ആംഡ് ഗ്രൂപ്പുകളും ഇറാന്റെ പ്രോക്സീസ് ആണെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇറാനിലുള്ള സ്കോളേഴ്സ് അല്ലെങ്കിൽ ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ആംഡ് ഫോഴ്സസ് വിളിക്കാറുള്ളത് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ യമനിൽ നോക്കുകയാണെങ്കിൽ യമനിലെ ഹൂത്തീസ്, ഓക്കെ, അതുപോലെ തന്നെ ഇറാഖിൽ ഒരു PMF അല്ലെങ്കിൽ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ് അല്ലെങ്കിൽ ഹഫ്ത ഷാബി എന്ന് അവർ വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതിനകത്താണ് ഈ കത്താബ് ഹിസ്ബുള്ള ഒക്കെ പോലുള്ള ഇറാഖിൽ US ഫോഴ്സസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്രമണം നടത്തുന്ന ഷിയ മലീഷ്യാസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ സിറിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന NDF ഒക്കെ പോലുള്ള കുറേ പ്രൊഡോമിനൻ്റ്ലി ഷിയ മിലീഷ്യാസ് ഉണ്ട്. അതുപോലെ തന്നെ ലെബനാനിലുള്ള ഹെസ്ബുള്ള,
പാലസ്തീൻ ടെറിട്ടറീസിനകത്തുള്ള ഹമാസ്, അതുപോലെ ഇസ്ലാമിക് ജിഹാദ്, ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഖുദ് ഫോഴ്സസ് സപ്പോർട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് മൂവ്മെൻറ്റുകളാണ്, അല്ലെങ്കിൽ ഈ ആംഡ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടി കമ്പൈൻ ചെയ്ത് ഇറാനോ അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സൊക്കെ വിളിക്കാറുള്ളത് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. അതുകൊണ്ടാണ് ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഈ ഖുദ് ഫോഴ്സസിനെ കുറിച്ച് കൂടുതൽ കേൾക്കാനുള്ള കാരണം. ഇപ്പോൾ ഈ പറയുന്ന അറബ് ഇസ്രായേൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഗാസയിലുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഹൂത്തീസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ ഷിപ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ US ഫോഴ്സസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന സിറിയയിലും ഇറാഖിലും ജോർദാനിലും ഒക്കെ ആക്രമണങ്ങൾ നടത്തുന്നത് ഇവരുടെ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ആണ്. സോ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് മൈക്രോ ക്രെഡൻഷ്യൽസ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2020 നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അല്ലെങ്കിൽ UGC ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. 2021 ഇത് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കാദമിക് ഇയറിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് ഒരു നമ്പർ ഓഫ് അവേഴ്സ് ലേണിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈച്ച് അക്കാദമിക് ഇയറിലും ഒരു സ്റ്റുഡൻറ്റിന് കുറച്ച് ഒരു നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് കൊടുക്കും. അത് സ്കൂൾ തലം തൊട്ട് ആളുടെ ഡോക്ടറേറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ PhD വരെയുള്ള തലങ്ങൾ വരെ ഈ ക്രെഡിറ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നൊരു സംഭവമാണ് ഈ ക്രെഡിറ്റ് റേറ്റിങ്ങിനകത്ത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിനകത്ത് ഇതിനകത്ത് സ്കില്ലിങ്, റീസ്കില്ലിങ്, അപ്സ്കില്ലിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പോൾ സ്കൂളിലും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ പ്രൈമറിലി എസ്പെഷ്യലി സ്കൂളുകളിലൊക്കെ നോക്കുന്നത് അക്കാദമിക്സിന് ഇത്ര ക്രെഡിറ്റ് പ്ലസ് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ സ്കിൽ ട്രെയിനിങ്ങിന് ഇത്ര ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ക്രെഡിറ്റിംഗ് മെത്തേഡ് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് WTO's ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ആണ്. ഇത് നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ WTOയുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസത്തിനകത്ത് അതിൻ്റെ അപ്പലേറ്റ് ബോഡിക്കകത്ത് USA 2019 തൊട്ട് USAയുടെ ജഡ്ജിമാർ അപ്പോയിന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ 2 വേക്കൻസി വന്നത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജഡ്ജിമാർ അപ്പോയിന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതൊരു പാരലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ക്രൗൺ ജുവൽ ദാറ്റ് വാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ WTOയുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WTOക്കകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പറയുന്ന ട്രേഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബൈലാറ്ററൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡി ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു 2 മെത്തേഡാണുള്ളത്. ഒന്നുകിൽ ഈ പാർട്ടീസിന് സ്വയം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്യാം. അങ്ങനെ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഇവർക്ക് WTOയോട് ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനൽ ഫോം ചെയ്യാൻ പറയാം. അപ്പോൾ ആ പാനൽ ഈ ഡിസ്പ്യൂട്ട് കേൾക്കും, പാനലിൻ്റെ ഒരു വേർഡിക്റ്റ് പറയും. പക്ഷേ ആ വേർഡിക്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് WTOയുടെ അപ്പലറ്റ് ബോഡിയിൽ ആളുകൾക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ അപ്പലറ്റ് ബോഡിക്കകത്ത് 7 ജഡ്ജിമാരാണ് ഈ അപ്പലറ്റ് ബോഡിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 2 അമേരിക്കൻ ജഡ്ജിമാർ ഈ അപ്പലറ്റ് ബോഡിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ട്രംപ് ആണെങ്കിലും ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ജോ ബൈഡൻ ആണെങ്കിലും ഈ അപ്പലറ്റ് ബോഡിയിലേക്കുള്ള ഈ 2 ജഡ്ജിമാരെ അല്ലെങ്കിൽ പുതിയ 2 ജഡ്ജിമാരെ ഇതുവരെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാലത്ത് ഒരു 1990s തൊട്ട് ഗ്ലോബലൈസേഷൻ്റെ ഒരു ചാമ്പ്യൻസ് ആയിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നിലവിലെ അവസ്ഥയിൽ 2015 ശേഷം ഈ ഗ്ലോബൽ ട്രേഡിനകത്ത് USAക്ക് ഈ ചൈനയുടെ ഒക്കെ റൈസ് കാരണം വലിയ ഇതിലുള്ള സെറ്റ് ബാക്സ് നേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2019 മുമ്പ് ഈ WTOയിൽ നടന്നിട്ടുണ്ടായിരുന്ന പല കേസുകളിലും ഈ അപ്പലറ്റ് ബോഡിയിൽ USA അവരുടെ കേസുകൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ പറയുന്ന WTOയിലുള്ള USന്റെ ഇൻവോൾവ്മെന്റ് വലിയ രീതിയിൽ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ കേസുകൾ പരാജയപ്പെട്ടു. ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാരണം ഈ വേൾഡ് ട്രേഡിനകത്ത് USAയുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ USAയുടെ കൺട്രോൾ ഇപ്പോൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് USA ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ട് ചൈനയ്ക്കെതിരായിട്ട് സാങ്ഷൻസ് ഡിക്ലെയർ ചെയ്യുകയും താരിഫ് ഡിക്ലെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജഡ്ജിമാർ അപ്പോയിന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ അപ്പലറ്റ് ബോഡിയിൽ ആൾക്കാർക്ക് ഈ പറയുന്ന ഡിസ്പ്യൂട്ടുകളൊന്നും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അതായത് രാജ്യങ്ങൾക്കിടയിൽ ട്രേഡ് ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഈ പാനലിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ആ പാനലിൻ്റെ വിധി എതിരായിട്ട് വന്നിട്ടുള്ള രാജ്യം ഏതാണോ അവർ ഈ പറയുന്ന അപ്പലറ്റ് ബോഡിയിൽ അപ്പീൽ കൊടുക്കും. അപ്പലറ്റ് ബോഡിക്ക് അപ്പീൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ജഡ്ജിമാരുടെ നമ്പർ ഇപ്പോൾ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസുകൾ കെട്ടിക്കിടക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന വേൾഡ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബൈലാറ്ററൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യങ്ങൾ തമ്മിൽ വരുന്ന ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റിൽ ചെയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥ വരും. സോ ബേസിക്കലി അതോടുകൂടി WTO ഒരു പാനലൈസ്ഡ് ബോഡിയായിട്ട്
മാറും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രാൻസ് പ്രോഗ്രാമാണ്. സോ ഇൻട്രാൻസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്നലത്തെ PIB അവരൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇൻട്രാൻസ് പ്രോഗ്രാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ഇന്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എൻഡെവർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇന്ത്യയിലെ സിറ്റീസിനകത്തൊരു ഇന്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു നാഷണൽ ലെവൽ കൊളാബറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെന്ന് പറയാം. ഇതിനെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ MEITI ആണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇന്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, എസ്പെഷ്യലി സിറ്റികളിലുള്ള ഇന്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ്, ഡെമോൺസ്ട്രേഷൻ, ഡിപ്ലോയ്മെന്റ്, ടെക്നോളജി ട്രാൻസ്ഫർ, കൊമേഴ്ഷ്യലൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻട്രാൻസ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സിറ്റികൾക്ക് ഈ പറയുന്ന ഒരു ഇന്റലിജൻസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക, ആ ഒരു കാര്യത്തിൽ ഇന്ത്യനെ ഒരു ഗ്ലോബൽ പ്ലെയർ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. സോ ഇപ്പോൾ 2 ഫേസുകളിലായിട്ടാണ് ഇൻട്രാൻസ് പ്രോഗ്രാം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 2009 തൊട്ട് 12 വരെയും, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 19 തൊട്ട് 21 വരെയും ആയിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യ ശ്രീലങ്ക ഫിഷർമാൻ ഡിസ്പ്യൂട്ടാണ്. സോ ഇന്ത്യ ശ്രീലങ്ക ഫിഷർമാൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഏറ്റവും വലിയ ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസിലൊന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 6 അവരൊരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യ ശ്രീലങ്ക ഫിഷർമാൻ ഡിസ്പ്യൂട്ട് വരെ അല്ലെങ്കിൽ ഫിഷിംഗ് ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മത്സ്യബന്ധന തൊഴിലാളികൾ, എസ്പെഷ്യലി തമിഴ്നാട്ടിൽ നിന്നുള്ള ഫിഷർമാൻമാർ ഈ പാക് ബേയിലും ഗൾഫ് ഓഫ് മന്നാറിലും ശ്രീലങ്കയുടെ ടെറിട്ടോറിയൽ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സീ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് ശ്രീലങ്കയുടെ ടെറിട്ടറി പോയിട്ട് ഫിഷിംഗ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ക്രോസ് ബോർഡർ ഫിഷിംഗിൻ്റെ അല്ലെങ്കിൽ അവരുടെ സോവറൈനിറ്റി വയലേറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ശ്രീലങ്കയിലെ ലോക്കൽ ഫിഷർമാൻമാരെ ഇത് വലിയ രീതിയിൽ നെഗറ്റീവ്ലി ബാധിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇന്ത്യൻ ഫിഷർമാൻമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രീലങ്കൻ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഗാർഡ് ഈ ഇന്ത്യൻ ഫിഷർമാൻമാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചില സമയത്തൊക്കെ കുറച്ചാലും മുമ്പൊക്കെ ഇന്ത്യൻ ഫിഷർമാൻമാർ കോസ്റ്റ് ഗാർഡിൻ്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മിക്കപ്പോഴും ഇവരെ അറസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് 2 രാജ്യങ്ങൾക്കിടയിലുള്ള റിലേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഫിഷിംഗ് മെത്തേഡിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിഷർമാൻമാർ ഈ ഏരിയയിൽ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക ട്രോളേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള കുറേ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ശ്രീലങ്കയിൽ ഈ ട്രോളിംഗ് എന്ന് പറയുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്, കാരണം എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയാസിലുള്ള ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീഗൽ ആംബിഗ്വിറ്റിയുടെ പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് 74-ലും 76-ലൊക്കെ ഈ ഇഷ്യൂസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള സീ ബോർഡർ അല്ലെങ്കിൽ മാരിടൈം ബോർഡർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില എഗ്രിമെന്റ്സ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കച്ചത്തീവ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡ് ട്രഡീഷണലി തമിഴ്നാട്ടിൽ നിന്നുള്ള ഫിഷർമാൻമാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിൻ്റെ മുകളിലുള്ള സോവറൈനിറ്റി നമ്മൾ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ശ്രീലങ്കൻ വാട്ടേഴ്സ് കുറച്ചും കൂടി അത്യാവശ്യം ഈ ഫിഷ് സ്റ്റോക്ക് കുറച്ച് കൂടുതലുള്ള ഏരിയാസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഫിഷർമാർ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകുന്നൊരു ടെൻഡൻസി ഉണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കച്ചത്തീവ് പോലുള്ള ഇപ്പോൾ ശ്രീലങ്കയുടെ സോവറൈനിറ്റി കിടക്കുന്ന പ്രദേശങ്ങളിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ ഫിഷിംഗ് നടത്തിയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ നിന്ന് ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴും ഫിഷർമാൻമാർ അങ്ങോട്ട് പോകുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഫിഷർമാൻമാർക്ക്, എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്നുള്ള ഫിഷർമാൻമാർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ലിവ്ലിഹുഡ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ജീവിതമാർഗം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 2016 ഇന്ത്യയും ശ്രീലങ്കയും കൂടി ചേർന്നിട്ട് ഒരു ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ ഒരു പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ഫിഷിംഗ് പ്രാക്ടീസസ്, അതായത് ഈ പറയുന്ന ഫിഷിംഗ് പ്രാക്ടീസസിനകത്ത് ഡീപ് സീ ഫിഷിംഗ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്ലൂ റവല്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഏരിയയിലുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഫിഷിംഗ് മെത്തേഡ്സിനകത്തുള്ള കോൺഫ്ലിക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് ഓഫ് ടെക്നോളജി, അതായത് ഈ GPS ട്രാക്കേഴ്സ് ഇങ്ങനെയുള്ള ഫിഷിംഗ് ട്രോളേഴ്സിൽ ഘടിപ്പിച്ചുകൊണ്ട് ജിയോ ടാഗിങ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഫിഷർമാൻമാരെ ഈ ടെറിട്ടോറിയൽ ലിമിറ്റ് വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്.
ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് അൽ ഖ്വായിം എന്ന് പറയുന്നതാണ്. സോ ഈ അൽ ഖ്വായിം അല്ലെങ്കിൽ ഖ്വായിം എന്ന് പറയുന്നത് ഇറാഖിലെ അൻബാർ പ്രൊവിൻസിലുള്ള ഒരു ബോർഡർ ടൗൺ ആണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയാണ് അൻബാർ പ്രൊവിൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അൽ ഖ്വായിം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരു ബോർഡർ ടൗൺ ആണ്. യൂഫ്രട്ടീസ് റിവറിന്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ബോർഡർ ടൗൺ ആണ് അൽ ഖ്വായിം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇടക്കാലത്ത് ഒരു 2-3 ദിവസം മുമ്പാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് US-ന്റെ ജോർദാനിലുള്ള ഒരു ബേസിൽ ഈ പറയുന്ന ഇറാഖിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസിന്റെ ഭാഗമായിട്ടുള്ള ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനാണ് കതാബ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. സോ ഈ കതാബ് ഹിസ്ബുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ ഷിയ മിലീഷ്യസ് ജോർദാനിലുള്ള US ബേസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ആക്രമണത്തിൽ ഒരു 3 US പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിട്ടാലിയേഷൻ ആയിട്ട് ഏകദേശം 85ഓളം ഇറാനിയൻ ബാക്ക്ഡ് മിലീഷ്യാസിന്റെ ബേസുകളിൽ അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ്സിനെ US ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് US ആക്രമണം നേരിട്ട ഒരു പ്രദേശമാണ് ഈ അൽ ഖ്വായിം എന്ന് പറയുന്നത്. കാരണം ഈ അൽ ഖ്വായിമിന്റെ പ്രത്യേകത ഈ ഇറാഖിനും സിറിയക്കും ഇടയിലുള്ള ബോർഡർ ടൗൺ ആയതുകൊണ്ട് തന്നെ ഈ ഇറാൻ ബാക്ക്ഡ് മിലീഷ്യാസിന് പ്രധാനമായിട്ടും വെപ്പൺസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് സിറിയയിൽ നിന്ന് ഈ ബോർഡർ വഴിയാണ്. അപ്പോൾ ഇതിനകത്ത് അൽ ഖ്വായിമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അൽ ഖ്വായിമും അതുപോലെ തന്നെ സിറിയയിലുള്ള ഒരു ബോർഡർ ടൗൺ ഉണ്ട്, അബു കമാൽ അല്ലെങ്കിൽ അൽ ബുക്കമാൽ എന്ന് വിളിക്കുന്ന ഒരു ടൗൺ ഉണ്ട്. സോ അപ്പോൾ ഈ 2 ടൗണുകൾക്കിടയിലാണ് ഈ ഏരിയയിലുള്ള ഏറ്റവും അധികം വെപ്പൺസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, ഇല്ലീഗലായിട്ടുള്ള വെപ്പൺ സ്മഗ്ലിംഗ് നടക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അൽ ഖ്വായിം ഈ റീസെന്റ് US ആക്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൗണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ഇറാഖിലെ അൻബാർ ഗവർണറേറ്റിനകത്ത് അല്ലെങ്കിൽ അൻബാർ പ്രൊവിൻസിനകത്തുള്ള ഒരു ബോർഡർ ടൗൺ ആണെന്ന് മനസ്സിലാക്കുക. യൂഫ്രട്ടീസ് റിവറിന്റെ സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ കതാബി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡുകളിലൊന്ന് ഈ അൽ ഖ്വായിമാണ്. ഈ ISIS ഒക്കെ വലിയ രീതിയിൽ എമേർജ് ചെയ്തിരുന്ന സമയത്ത് അവർ കൺട്രോൾ ചെയ്തിരുന്ന ഏരിയയാണ് ഈ അൽ ഖ്വായിമും അതുപോലെ തന്നെ ഈ അൽ ബുക്കമാലൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൽ ഖ്വായിമിന്റെ കൂടെ തന്നെ ഈ അൽ ബുക്കമാൽ എന്ന് പറയുന്ന ഏരിയയും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.